ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇലമേലാഞ്ചി കൊണ്ട് നമ്മുടെ നഖം കടും ചുവപ്പിൽ എങ്ങനെ ചുവപ്പിക്കാം എന്ന കുറച്ച് ടിപ്സുമായിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതിനായിട്ട് മൈലാഞ്ചിയുടെ തളിർത്ത ഇലയാണ് വേണ്ടിയത്. അപ്പം തളിരെല്ലാം നോക്കിയിട്ട് തന്നെ എടുക്കണം കേട്ടോ. അപ്പം തളിരെല്ലാം ഞാൻ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അത് തണ്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് ഉരിഞ്ഞെടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്ക് എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ കേട്ടോ. നമ്മൾ മിക്സിയിൽ അരക്കുമ്പോൾ കുറച്ചധികം ഇല തന്നെ വേണം കേട്ടോ. അപ്പോഴാണ് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരിഞ്ഞ് കിട്ടുകയുള്ളൂ. അപ്പോൾ കുറേ അധികം ഇല ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഉരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിൽ അരക്കുമ്പോൾ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്ര അധികം ഇല. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചാലും മതി. അപ്പോൾ ഇതിൽ തണ്ടൊന്നും പെടാതെ നോക്കണം. തണ്ട് പെട്ടെന്ന് നമുക്ക് അരിഞ്ഞ് കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ട് തണ്ടൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കുകയാണ്. ചെറിയ തളിര് തണ്ടാണെങ്കിൽ പ്രശ്നമില്ല, അത് അരിഞ്ഞ് കിട്ടും. ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടി ഞാനൊരു വെള്ളം തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 ടീസ്പൂണ് ചായപ്പൊടി 1 ടീസ്പൂണ് കാപ്പിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4-5 ഗ്രാമ്പ് ചേർത്ത് എടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായി ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വറ്റി വരണം. അതിന് ശേഷം ഇത് അരിച്ചെടുത്ത് അത് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ മൈലാഞ്ചി ഇല അരക്കണയിലേക്ക് ഇതാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലാണ്ട് പച്ചവെള്ളത്തിൽ അരച്ചെടുക്കരുത് കേട്ടോ. ഇനി നമുക്കിത് ഇല അരച്ചെടുക്കാം. അതിനു വേണ്ടി നമ്മൾ മൈലാഞ്ചിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 ടീസ്പൂണ് ഇത് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിലേക്ക് ഒരു തരി പോലും പച്ചവെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇതാ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്താലാണ് നമ്മുടെ മൈലാഞ്ചി നല്ല കട്ട ചുവപ്പായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് നഖത്തിലിടാം. ഞാൻ നഖത്തിലിട്ടിട്ടുണ്ട്. ഇത് ഒരു 2 ദിവസം ഇട്ടിട്ടുള്ള ഇതാണ്. നമുക്കിതൊരു 3 ദിവസമൊക്കെ ഇട്ട് വരുമ്പോഴത്തേനും നല്ല കടും ചുവപ്പായി മാറും. അത് ശർക്കര മൈലാഞ്ചി ഇട്ടാലും ഒരു 3 ട്രിപ്പ് ഇട്ടാലാണ് നല്ല കടും ചുവപ്പായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് മൈലാഞ്ചിയുടെ ഇല ഉപയോഗിച്ചിട്ട് തന്നെ നഖത്തിലിടാനുള്ള മൈലാഞ്ചി തയ്യാറാക്കിയെടുക്കാം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് മൈലാഞ്ചി ഇടൽ സുന്നത്താണ്. അത് നമ്മുടെ മൈലാഞ്ചിയുടെ ഇല കൊണ്ടിട്ട മൈലാഞ്ചിയാണ് സുന്നത്തുള്ളത്. അപ്പോൾ ഇനി നമ്മൾ സുന്നത്ത് നഷ്ടപ്പെടുത്താണ്ട് തന്നെ നമുക്ക് നഖത്തിൽ മൈലാഞ്ചി ഇടാം നല്ല കട്ട ചുവപ്പിൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്ക് എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.